ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, ഹാപ്പി ഫീസ്റ്റ്. ഇപ്പൊ ചില ആൾക്കാർ ചിന്തിക്കുന്നല്ലേ, ഇന്നിപ്പോ എന്താ തിരുനാളെന്നല്ലേ? ഇന്ന് ചില പ്രധാനപ്പെട്ട തിരുനാളുണ്ട് കേട്ടോ. പരിശുദ്ധ അമ്മ ത്രിലോകരാജ്ഞിയെ മുടി ചൊടിക്കപ്പെട്ടതിന്റെ പ്രത്യേകമായ തിരുനാൾ ദിവസമാണ് കേട്ടോ. അതുകൊണ്ടാണ് തിരുനാൾ മംഗളങ്ങൾ എന്ന് പറയുന്നത്. ഇന്ന് ദൈവത്തിന്റെ കരുണയാൽ എനിക്ക് ഞാൻ അഭിഷേകത്തിന്റെ റെക്കോർഡിങ്ങിന് പോയാൽ നിങ്ങൾ ഇന്നലെ പറയാൻ പറ്റിയില്ല. എന്നാൽ രണ്ട് കാര്യം പറയാൻ പറ്റിയില്ല. ഒന്ന്, ഈ അഭിഷേകത്തിന്റെ റെക്കോർഡിങ്ങിന്റെ കാര്യം. നിങ്ങൾക്ക് സെപ്റ്റംബർ മാസത്തിന്റെ 1-ാം തീയതി തലേദിവസം ഓഗസ്റ്റ് 31-ാം തീയതി നിങ്ങൾക്ക് ആ ഒരു എപ്പിസോഡ് വരും. അത് നിങ്ങൾ കൂടണം കേട്ടോ. ഞാൻ ചിലവ് ഞാൻ പറഞ്ഞു സ്പെഷ്യലായിട്ട് കൂടണം എന്നുള്ളത്. ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ സാധനമുണ്ട്, പരിശുദ്ധ അമ്മയെ ബന്ധപ്പെട്ട് കേട്ടോ. അത് കേൾക്കണം നിങ്ങൾ. പിന്നെ അതൊക്കെ അത് വിശേഷങ്ങൾ. പിന്നെ ഇന്നലെ ഒരു കാര്യം ഞാൻ ഓൾറെഡി നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുന്നില്ല. മാർപ്പാപ്പ ഇന്ന് ഉപവാസന ദിനമായി പ്രഖ്യാപിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ ആരാധനയ്ക്ക് ഇരിക്കാൻ പറഞ്ഞ കാര്യം ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? ഇൻ കേസ് ഇനി ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അത് പിന്നെ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിയാൽ അതെല്ലാം കാണാൻ പറ്റും. നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പ് അത് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ UK അമേരിക്കയിലുള്ളവർക്ക് രാവിലെ ഇല്ലായിട്ടുള്ളൂ. ഇനി അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യണം കേട്ടോ. പിന്നെ പറയത്തക്ക വിശേഷങ്ങൾ വേറെ ഒന്നുമില്ല. നമുക്ക് നമ്മുടെ ടീൻ സെന്റർ റിട്രീറ്റ് ഇല്ല വാഴക്കുളത്തെ, കുട്ടികൾക്കുള്ള ധ്യാനം പറഞ്ഞിരുന്നത് സെപ്റ്റംബർ 4. അത് ഓഗസ്റ്റ് 31 മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഓഗസ്റ്റ് 31 മുതൽ ആക്കിയിട്ടുണ്ട്. ബുക്ക് ചെയ്തവർ ഓൾറെഡി അവർ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അന്ന് ആ സമയത്ത് പോകാൻ പറ്റാത്ത കുറച്ച് കുട്ടികളുണ്ട്. അപ്പോൾ ഈ സമയം എല്ലാവർക്കും പോകാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വേഗം പോക്കാം കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ ടോക്കലോട് എന്തുമാത്രം അനുഗ്രഹം അല്ലേ? ഇതിനകത്ത് വചന ശുശ്രൂഷയുണ്ട്, ഡെലിവറൻസ് പ്രാർത്ഥനയുണ്ട്, ആശീർവാദമുണ്ട്, പിന്നെ എന്താ സാക്ഷ്യങ്ങളുണ്ട് അല്ലേ, അറിയിപ്പുകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ധ്യാനം പോലെയല്ലേ അല്ലേ? പിന്നെയുള്ള സ്നേഹമുണ്ടല്ലോ. പൈസല്ല കർത്താവിന്റെ കരുണ. നാളെ നമുക്ക് പിന്നെ എല്ലാ 100-ാമത്തെ എപ്പിസോഡിലെ സ്പെഷ്യൽ പ്രയർ ആണല്ലോ. ഇന്നലെ മിനിഞ്ഞാത്ത സാക്ഷ്യങ്ങൾ കേൾക്കണം. ഇന്നും ഒരു സാക്ഷ്യമുണ്ട് കേട്ടോ. ഞാനത്തെ സാക്ഷ്യം വായിച്ചു. നാളെ അതിനുവേണ്ടി സ്പെഷ്യൽ പ്രാർത്ഥനയാണ്. മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി, പ്രഗ്നന്റ് ആയിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടും. ഈശോൾ സ്നേഹം ബഹുമാനപ്പെട്ട വിനോദച്ചനെ, ഞാൻ അച്ഛൻ്റെ കുടുംബാംഗമാണ്. എൻ്റെ പേര് അഞ്ചു എന്നാണ്. പാലായിലാണ് ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 6 വർഷമായിട്ടും ഞങ്ങൾക്ക് മക്കളുണ്ടായിരുന്നു. 6 years 6 മക്കളുണ്ടായിരുന്നു. ഒരു തവണ പ്രഗ്നന്റ് ആയി എങ്കിലും മിസ്കാരേജ് ആയി പോവുകയുണ്ടായിരുന്നു. ഞങ്ങൾ അച്ഛൻ്റെ ഡെയിലി ടോക്ക് സ്ഥിരമായി കേൾക്കുന്നവരാണ്. അച്ഛൻ്റെ എല്ലാ 100-ാമത്തെ എപ്പിസോഡും ഇൻഫെർട്ടിലിറ്റി മാറാൻ നൽകുന്ന ആശീർവാദവും ഞങ്ങൾ സ്ഥിരമായി സ്വീകരിച്ചു പോന്നു. ഇതേ വേദന അനുഭവിക്കുന്ന ഞങ്ങൾക്കറിയാവുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു കേട്ടോ. പ്രാർത്ഥന രീതികളും കൂടെ നിങ്ങൾ മനസ്സിലാക്കുന്ന നല്ലതാണ്. പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ കൊട്ടാരിച്ചൻ്റെ മക്കളെ നൽകുന്ന ദൈവം എന്നൊരു എപ്പിസോഡ് മുടങ്ങാതെ ഞങ്ങൾ അതിനകത്ത് കേട്ട ആരാധന കൂടിയൊക്കെ ആശീർവാദം സ്വീകരിക്കുന്നു. കുറവലങ്ങാട് മോണസ്ട്രിയിൽ വന്ന് നമ്മുടെ പീരിയഡ് സെന്ററിൽ ഒരിക്കൽ വന്ന് ബിനോയച്ചനെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ സാധിച്ചിരുന്നു. നാളെ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നാളെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞതുപോലെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ ഉറപ്പോടെ പറഞ്ഞു, തീർച്ചയായും ദൈവം മക്കളെ നൽകുമെന്ന്. ഞങ്ങളത് പൂർണ്ണമായും വിശ്വസിച്ചു. എന്നിട്ട് ഞങ്ങൾ അഭിഷിക്തനിലൂടെ എൻ്റെ കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് ഉറപ്പായിട്ട് വിശ്വസിച്ചു. പരിശുദ്ധ അമ്മ എന്നതുപോലെ അല്ലേ, പൂർണ്ണ ബോധ്യം ഉണ്ടായിരുന്നു. ഉടനെ തന്നെ അത് ക്ലെയിം ചെയ്ത് ഞങ്ങൾ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ ഈ അച്ഛൻ പറഞ്ഞ കാര്യം ഏറ്റുപറഞ്ഞ് ക്ലെയിം ചെയ്ത അനുഗ്രഹം അത് ഞങ്ങൾ പൂർണ്ണ വിശ്വസിക്കുന്നു. മക്കളെ നിരക്കെന്ന് പറഞ്ഞാൽ അതങ്ങ് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നത്. പിന്നെ പെട്ടെന്നൊരു തോന്നൽ വന്നു. ഒരു 9 ദിവസം അടുത്തുള്ള ദേവാലയത്തിൽ പിന്നെ ആരാധനയുണ്ട് ഞായറാഴ്ചകളിൽ. ആ ആരാധനയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കാൻ ഒരു പ്രചോദനം ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ ആരാധനയെ പിന്നെ ഞായറാഴ്ച പോലെ പോകാൻ വേണ്ടി തുടങ്ങി. IVF പോലെ ഒരു കൃത്രിമമായ ഒരു മാർഗവും ഞങ്ങൾ ചെയ്യുക അങ്ങനെ ചെയ്യരുത് കേട്ടോ. ഈ IVF ഒരു കൃത്രിമ മാർഗം സഭ അനുവദിച്ചില്ല ചെയ്യുകയാണ് ഞങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. ഏതായാലും ആ ആശീർവാദം സ്വീകരിച്ചു. പിന്നെ ആദ്യത്തെ ഞായറാഴ്ച ആരാധന കൂടി. പിന്നെ ആ ആഴ്ച എൻ്റെ ആയപ്പോഴത്തേക്കും എന്തോ ചില അസ്വസ്ഥതകൾ പോലെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞു. പരീക്ഷണങ്ങൾ അവസാനിച്ചില്ല. ഞാൻ എപ്പിലെപ്റ്റിക്കാണ്. ആദ്യ മാസങ്ങളിൽ അതുമൂലം നന്നായിട്ട് കഷ്ടപ്പെട്ടു. ഞാൻ അച്ഛനോട് പ്രാർത്ഥന ചോദിച്ചു. അച്ഛൻ മെസ്സേജ് ഇട്ടു. 1374 എപ്പിസോഡിൽ അച്ഛൻ ഈ വിഷയത്തിന് വേണ്ടി വിളിച്ചിരുന്നു. ആൾക്കാർ പ്രയർ റിക്വസ്റ്റ് കിട്ടുമ്പോൾ നമ്മൾ ആ മേഖലയ്ക്ക് വേണ്ടി പൊതുവായിട്ട് ചിലപ്പോൾ പ്രാർത്ഥിക്കാറുണ്ട്. അതേപോലെ 800, 983, 1344 എപ്പിസോഡുകൾ ഗർഭാവസ്ഥ എന്നും ഞാൻ കേട്ട് പ്രാർത്ഥിച്ചിരുന്നു. ഫ്രൂട്ടോമേരി സർവീസ് ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു. നിങ്ങൾ ഓർക്കണം, ഫ്രൂട്ടോമേരി ശുശ്രൂഷ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? അഭിഷേക സിസ്റ്റേഴ്സ് നേതൃത്വം കൊടുക്കുന്ന ശുശ്രൂഷയാണ്. എല്ലാ തിങ്കളാഴ്ചയും സൂമിലാണത്. 8 മണി മുതൽ 9 മണി വരെയാണ്. നിങ്ങൾക്ക് അത് അഭിഷേക സിസ്റ്റേഴ്സ് കോൺടാക്ട് ചെയ്തതിന് ലിങ്ക് കിട്ടും. പിന്നെ അങ്ങനെ ചെയ്തിരുന്നു. പല ബുദ്ധിമുട്ടുകളിലും ഞാൻ അവരെ വിളിച്ചിരുന്നു. അവരെന്നെ ബലപ്പെടുത്തി. ഫോണിലൂടെ മധ്യസ്ഥ പ്രാർത്ഥിക്കുന്ന അഭിഷേക സ്റ്റേഷനെ വിളിക്കാം. ഒരു ഫോണിൽ കൂടെ പ്രാർത്ഥിക്കാൻ ശക്തിപ്പെടുത്തും. കുഞ്ഞിൻ്റെ രോഗാവസ്ഥ ഉണ്ടാകുന്ന ഞാൻ ഭയന്നു. ഒരു കുഴപ്പവും ഇല്ലാതെ 2023
ഡേറ്റൊക്കെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ആരോഗ്യമുള്ളൊരു പെൺകുഞ്ഞിനെ നോർമൽ ഡെലിവറി ആയി കർത്താവ് തന്നു. അച്ഛനോട് ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെറിയ ഇസ്രായേലിന്റെ സർവശക്തനായ ദൈവത്തിന് ആരാധന എന്ന് പറഞ്ഞിട്ട് എഴുതി അയച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വലിയ അനുഗ്രഹമാണ് കേട്ടോ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് എന്തായാലും നാളെ ഈ സാക്ഷ്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളുടെ ദമ്പതികൾക്ക് വേണ്ടി നിങ്ങൾ ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കണം. ശരിക്കും നമുക്ക് മീൻസ് അത് കുടുംബജീവൻ നയിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം മക്കളുള്ളവർക്ക് അതിൻ്റെ ഒരു വിഷമമില്ല. പക്ഷെ മക്കളില്ലാത്തവരുടെ കാര്യം ചിന്തിച്ച് നോക്കി അല്ലേ. പിന്നെ ദൈവത്തിൻ്റെ ചില പദ്ധതികളുണ്ട്, അത് വേറെ വിഷയം. ചില കുടുംബത്തിൽ താമസിച്ച മക്കൾ ജനിക്കുള്ളൂ, എല്ലാം വേറെ വിഷയങ്ങളാണ്. ഇനി നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ. ഇന്ന് നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ഇതുണ്ടെങ്കിൽ നമ്മൾ ക്ഷയിച്ചു പോകും. എസെക്കിയേൽ പ്രവചനം 33-ാമത്തെ അധ്യായത്തിലെ 10-ാം തിരുവചനമാണ്. ബുക്ക് ഓഫ് എസെക്കിയേൽ ചാപ്റ്റർ 33 വേഴ്സ് 10. വചനം ഇതാണ്: ഞങ്ങളുടെ അതിക്രമങ്ങളും പാപങ്ങളും ഞങ്ങളുടെ മേലുണ്ട്, അവ മൂലം ഞങ്ങൾ ക്ഷയിച്ചു പോകുന്നു. ദൈവവചനം വെളിപ്പെടുത്തുക. അതായത് പ്രവാചകനോട് കർത്താവ് പറയുകയാണ്, ഇസ്രായേൽ മനുഷ്യപുത്ര ഇസ്രായേൽ ഭവനത്തോട് പറയുക. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ പാവങ്ങൾ അതൊക്കെ ഞങ്ങൾ പറഞ്ഞ് ക്ഷയിച്ചു പോകുന്നു, ഞങ്ങൾക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും എന്ന് നിങ്ങൾ പറഞ്ഞു. എന്നിട്ട് കർത്താവ് പറയാം, പക്ഷേ കർത്താവ് പറയാം, അനുദപിച്ചാൽ നിങ്ങൾ ജീവിക്കുമെന്ന് തുറന്ന് പറയാം. ഒരു കാര്യം സത്യമാണ് കേട്ടോ, ദൈവം ആരെ ശിക്ഷിക്കുന്നില്ല എന്നുള്ളത് ബൈബിൾ അധിഷ്ഠിതമാണ്. സഭ പഠിപ്പിക്കുന്നത് ദൈവം ആരെ ശിക്ഷിക്കുന്നില്ല. ദൈവം കരുണാസമ്പന്നനാണ്, അനുകമ്പ ഉള്ളവനാണ് അല്ലേ. പാപങ്ങൾ ഓർത്തിരിക്കുന്നവനല്ല, മറക്കുന്നവനാണ്, പുറക്കുന്നവനാണ്, ക്ഷമിക്കുന്നവനാണ്, ദയയുള്ളവനാണ്, കരുണ കാണിക്കുക. ബൈബിൾ ഏറ്റവും കൂടുതൽ ദൈവത്തിനെ ഉപദേശിക്കുന്ന അഡ്ജക്റ്റീവ് വിശേഷങ്ങൾ ഇത് തന്നെയാണ്. പക്ഷെ എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഒരു കാര്യം മനസ്സിലാക്കണം. പക്ഷെ പാപം പാപിയെ ശിക്ഷിക്കും. പാപത്തിന് അതിനാൽ തന്നെ തകർച്ചയുണ്ട് അനുദപിക്കുന്നില്ലെങ്കിൽ. അതാണ് സഭ പഠിപ്പിക്കുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയണത്, ഇപ്പം ഉപ്പിന്റെ ഉള്ളിൽ ദാഹം എന്നതുപോലെ, പണ്ടൊരു പിതാവ് പറഞ്ഞ സ്ഥാനത്ത് ആസിഡിന്റെ ഉള്ളിൽ പൊള്ളൽ എന്നതുപോലെ, വിഷത്തിനുള്ളിൽ മരണം എന്നതുപോലെ പാപത്തിന്റെ ഉള്ളിൽ തകർച്ച പതിയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കഠിനമായ ചില പാപത്തിന്റെ മേഖലയിലൂടെ പോയാൽ ഒരു സമയം കഴിയുമ്പോൾ അതിൻ്റെതായ ഞാൻ കൊണ്ടുണ്ട് വലിയ തറവാടും പാരമ്പര്യമൊക്കെ ഉണ്ടായിരുന്നവരൊക്കെ ഒരു സമയം ഇങ്ങനെ ക്ഷയിച്ച് ദ്രവിച്ച് ഇല്ലാതായി തീരുന്നത് പോലെയൊക്കെ. അപ്പൊ അതിനകത്തൊക്കെ ഒരു യാഥാർത്ഥ്യമുണ്ട്. പക്ഷെ വേറൊരു വശം എന്ന് വെച്ചാൽ സഹനം എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. സഹനമാകുമ്പോൾ നമുക്ക് ഈ തകർച്ചയും സഹനവുമായി ഭയങ്കര വ്യത്യാസമുണ്ട്. സഹനത്തിൽ നമുക്കൊരു ജോയിയുണ്ട്. നമുക്കതിന്റെ സഹനത്തിൽ ഒരിക്കലും ഒരു വാട്ട് ഈസ് എ റീസൺ, കാരണം കണ്ടെത്താൻ നമുക്ക് പറ്റിയല്ല. അതിനപ്പുറത്തൊരു വേറൊരു സംഗതി വരാനുണ്ടെന്നുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിൽ വരും. ഇതൊക്കെ സഹനമാണ്. പക്ഷെ തകർച്ചയ്ക്ക് ഒരു പ്രത്യേക കാരണം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അതിക്രമങ്ങളും പാപങ്ങളും ഉണ്ടെങ്കിൽ എല്ലാ മേഖലകളും ക്ഷയിച്ചു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് ശരീരത്തിലാണെങ്കിലും ശരി, കുടുംബത്തിലാണെങ്കിലും ശരി, പിന്നെ ബിസിനസ്, ജോലി, എല്ലാ മേഖലകളിലും അതങ്ങനെ ഒരു മേഖലയുണ്ട്. പക്ഷേ നിങ്ങൾ ചിന്തിച്ച് നോക്കിയ നേരെ തിരിച്ച് മറിച്ച് ഒരു വ്യക്തി അനുദപിച്ച് തിരിഞ്ഞു വരുമ്പോൾ ഈ പാപം ഉണ്ടാക്കിയ തകർച്ചയും കൊണ്ട് ദൈവം മാറ്റിക്കളഞ്ഞാൽ അനുഗ്രഹിച്ചു ഉയർത്തും. അതുകൊണ്ടല്ലേ ഈ സാക്ഷ്യങ്ങളൊക്കെ നമ്മൾ കാണുന്നതിന് കാരണം അതാണ്. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും നിങ്ങൾ ഓരോ വചനം നമ്മളെ തന്നെ ആത്മശോധന ചെയ്യണം അല്ലെ. മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കരുത്. കാരണം നമ്മൾ അവന് വേറൊരുത്തന്നെ അവൻ തകർച്ച വിചാരിച്ചുകൊണ്ടിരിക്കും, നമ്മളിരിക്കും. അപ്പൊ എന്താ, അവന് സഹനമായിരിക്കും. ദൈവം അനുസരണം സ്വർഗത്തിൽ അനുഗ്രഹം ഇവിടെ അനുഗ്രഹം പോകും. ഇവനെ വിധിച്ച് നമ്മൾ കാര്യം പെടും വിധി. അതുകൊണ്ടൊന്നും അങ്ങനെ ചിന്തിക്കുക. വചനം എല്ലാം നമുക്ക് വേണ്ടിയിട്ടുണ്ട്. ഈശോ അനുഗ്രഹിക്കട്ടെ കേട്ടോ. നാളത്തെ ബസ്സിങ്ങിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു വരുങ്ങണം. എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവെ അത്ഭുതകരമായ സാന്നിധ്യം കൊണ്ട്, കൃപകൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവായ ദൈവമേ, അവിടെ ഞങ്ങളെ ശക്തിപ്പെടുത്തണം, അവിടെ ഞങ്ങളെ ബലപ്പെടുത്തണം. അവിടെ നൽകിയ കോടാനുകോടി അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയും. കർത്താവ്, ഞങ്ങൾ ക്ഷയിച്ചു പോകുന്ന ഏതെങ്കിലും കാരണങ്ങളുണ്ടെങ്കിൽ കർത്താവ് ഈശോയെ പ്രാർത്ഥനയിൽ ഞങ്ങൾക്കത് വെളിപ്പെടുത്തി തരണമെന്ന് നിയോഗം വെച്ച് ആശീർവദിക്കുക. ഈ വചനം ഒരു ആത്മശോധനയ്ക്ക് വിഷയമായി തീരട്ടെ എന്ന് ആശീർവദിക്കുന്നു. കർത്താവ് ദൈവം കുഞ്ഞുങ്ങളെ, മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെല്ലാം ആശീർവദിക്കുന്നു. കർത്താവെ, ഈ ഓണത്തിന്റെ അവധി നാളുകളിൽ കർത്താവ് ധ്യാനങ്ങളൊക്കെ കൂടാനുള്ള വഴികൾ നിങ്ങൾക്ക് തുറക്കപ്പെടട്ടെ കർത്താവെ. ദൈവമേ, നാളെ കുറവിലങ്ങാട് വരുന്നവർക്കെല്ലാം കർത്താവ് ഒരു കൃപ നൽകട്ടെ എന്ന് ആശീർവദിക്കുകയാണ്. അതുപോലെ തന്നെ കർത്താവായ ദൈവമേ, ഓരോരുത്തരെയും വ്യക്തിപരമായ നിയമങ്ങളെ ആശീർവദിക്കുകയാണ്. കുടുംബങ്ങളെ ചെലഞ്ഞുന്ന പൈശാചിത്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു. നാളത്തെ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ കർത്താവെ, സാധാരണ ഉള്ളതിനേക്കാൾ കൂടുതൽ ആൾക്കാർ ഇടവരട്ടെ. മക്കളില്ലാത്ത ദമ്പതികളിലേക്ക് മറ്റുള്ളവർക്ക് ഇത് അറിയാൻ ഇടവരട്ടെ കർത്താവ്. അങ്ങനെ അനേകരെ കൊണ്ടുവരാൻ ഇടവരട്ടെ കർത്താവെ. ദൈവമേ, അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഇന്നത്തെ ദിവസത്തെ നിങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി എല്ലാം ആശീർവദിക്കുന്നു. നല്ലത് നിങ്ങൾക്ക് സംഭവിക്കട്ടെ. ദുഷ്ടാരികൾ ബന്ധിക്കുന്നു. കൃപ നിറയട്ടെ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായി, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.